ദേവീ മാഹാത്മ്യത്തിൻ്റെ പാരായണ വിധികളെക്കുറിച്ച് ദേവീ മാഹാത്മ്യം ഒരാഴ്ച കൊണ്ട് നമ്മൾ വായിക്കുന്ന ഒരു പാരായണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞായറാഴ്ച ദിവസം ആദ്യത്തെ ഒരധ്യായം, തിങ്കളാഴ്ച ദിവസം രണ്ട് അധ്യായങ്ങൾ, അതായത് 2ഉം 3ഉം, ചൊവ്വാഴ്ച ദിവസം ഒരധ്യായം, ബുധനാഴ്ച ദിവസം 4 അധ്യായങ്ങൾ, അതായത് 1, 2, 3, 4 കഴിഞ്ഞ് 5, 6, 7, 8, 9, 8 വരെയാണ് ബുധനാഴ്ച ദിവസം വായിക്കേണ്ടത്. പിന്നെ വ്യാഴാഴ്ച ദിവസം 9, 10, 11-ാം അധ്യായം വെള്ളിയാഴ്ച വായിക്കണം. അത് ദേവിയുടെ സ്തുതിയാണ്. ദേവീ സ്തുതി നമ്മൾ ഭംഗിയായിട്ട് വായിക്കണം. അത് വെള്ളിയാഴ്ച ദിവസം വായിക്കണം. പിന്നെ ശനിയാഴ്ച 12ഉം 13ഉം, അങ്ങനെ 13 അധ്യായങ്ങൾ അടങ്ങിയതാണ് ദേവി മഹാത്മ്യ കിളിപ്പാട്ട്. പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് വായിച്ച് തീർക്കാവുന്നതാണ് ദേവി മഹാത്മ്യം. വായിക്കുന്നതിനുള്ള രീതികളനുസരിച്ച് വായിക്കാം, നമുക്ക് പറ്റും പോലെ വായിക്കാം. പിന്നെ വായിക്കണതിനുള്ളത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും ദേവി മഹാത്മ്യം വായിക്കണം. ചൊവ്വാഴ്ച ദിവസം വായിക്കുന്നത് സ്തുതി തന്നെയാണ്, ദേവിയുടെ സ്തുതിയാണ് ചൊവ്വാഴ്ച ദിവസം വായിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം വായിക്കുന്നതും ദേവീ സ്തുതിയാണ്. വെള്ളിയാഴ്ച മാത്രമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കൂടെ കൂടിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ദേവിയുടെ സ്തുതികളെല്ലാം വായിക്കാവുന്നതാണ്. 1-ാം ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച 1-ാം അധ്യായം, തിങ്കളാഴ്ച ദിവസം 2ഉം 3ഉം അധ്യായം, ചൊവ്വാഴ്ച ദിവസം 4-ാം അധ്യായം, 5, 6, 7, 8 വ്യാഴാഴ്ച ദിവസം വായിക്കണം, ബുധനാഴ്ച ദിവസം വായിക്കണം. 9-ാം അധ്യായം 10-ാം അധ്യായം വ്യാഴാഴ്ച ദിവസം വായിക്കണം. പിന്നെ വെള്ളിയാഴ്ച 11-ാം അധ്യായവും ശനിയാഴ്ച 12ഉം 13ഉം, അങ്ങനെ 13 അധ്യായങ്ങളടങ്ങിയ ദേവീ മഹാത്മ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 7 ആഴ്ച പാരായണം ചെയ്താൽ നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാം. നിങ്ങൾ ഏത് കാര്യത്തെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ ആ പാരായണം ചെയ്യുന്നത്, ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. ദേവി നമുക്ക് സാധിച്ചു തരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം നിങ്ങൾ ചെയ്യണം.